ഏത് നിലയിലാണ് ഇപ്പോൾ നിങ്ങളുടെ പ്രതികരണം? കമ്മീഷണർ ഈ നിങ്ങളുടെ ആരോപണം നിഷേധിച്ചു കഴിഞ്ഞു. അല്ല, ഇതിപ്പോ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഒരു പത്രപ്രവർത്തനം ഇതേപോലെ തന്നെ കഴുത്തിൽ കുരുങ്ങിയിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പം അന്നൊരു സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു 2018 ഒക്ടോബറിൽ, നമുക്ക് സുരക്ഷ ഒരുക്കുമ്പോൾ വടം മാത്രം കെട്ടരുതെന്നുള്ള DGPയുടെ സർക്കുലർ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ആ സർക്കുലർ നിലനിർത്തിയ ഇപ്പോൾ വീണ്ടും എൻ്റെ ബ്രദർ പോയതും ഈ വടം കെട്ടിയതിൻ്റെ ഒരു ഇതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബ്രദർ എനിക്കിപ്പോൾ നഷ്ടമായത്. അപ്പോൾ അത് സർക്കാരിൻ്റെ ആണെങ്കിലും പോലീസുകാരുടെ ആണെങ്കിലും അനാസ്ഥ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ VIPs വന്ന് പോകും, ഇപ്പം മിനിസ്റ്റർ ആണെങ്കിലൊക്കെ വന്ന് പോകും, പ്രൈം മിനിസ്റ്റർ ആയിക്കോട്ടെ ആരായിക്കോട്ടെ വന്ന് പോകുമ്പോൾ ജനങ്ങളുടെ സംരക്ഷണം കൂടിയിട്ട് പോലീസുകാർ നോക്കേണ്ടത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവരത് ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ബ്രദർ പോയത്. വേറെ മരണകാരണങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ കഴുത്തിന് നല്ലോണം ഇഞ്ചുറി ഉണ്ടായിരുന്നു. കഴുത്തിൻ്റെ ശ്വാസനാളം നന്നായിട്ട് ഡാമേജ് ഉണ്ടായിരുന്നു, ചതഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രെയിനിലേക്ക് പോകുന്ന ഇവിടുത്തെ ഞരമ്പൊക്കെ കട്ടായിരുന്നു. അവിടെ സർജറി ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ പോലീസിനെതിരെയാണ് ആരോപണം. സ്വാഭാവികമായും പരാതി പോകേണ്ടത് പോലീസ് കംപ്ലയിൻസ് അതോറിറ്റിയിലേക്കാണ്, ചെയർമാനിലേക്കൊക്കെയാണ്. ആ നിലയിൽ പോലീസിനെതിരായ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്, നടപടികൾ വേണമെന്ന് തന്നെയാണ് ആവശ്യം. അതെ, നമുക്ക് ഇതേപോലെ ഇനി ഇല്ലാണ്ടിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ട് ചെയ്യും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോസ് കണ്ടത്, ഇപ്പോൾ സാറാണെങ്കിൽ കൂടി കണ്ടതായിരിക്കും. അവിടെ അത്രയും വലിയൊരു എന്താ പറയുക ഏരിയ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, മെഡിക്കൽ ഡ്രസ്സിൻ്റെ അത്രയും ഒരു തിരക്കുള്ളൊരു ഏരിയയിൽ ഒരു വടം മാത്രം കെട്ടിയത് കൊണ്ട് അത് സേഫ് ആണെന്ന് തോന്നണുണ്ടോ? അത് തോന്നണില്ല. മീൻസ് എൻ്റെ ബ്രദർ അത് കണ്ടിട്ടില്ല. ആ വീഡിയോ ഞാൻ കാണുമ്പോൾ അവൻ അടുത്തെത്തിയപ്പോഴാണ് ആ വടം കണ്ടിരിക്കണത്. അവൻ വണ്ടി ചെറുതായിട്ടൊന്ന് ചരിച്ചിട്ടുണ്ട്, പക്ഷെ അവൻ ആ സമയം ഉണ്ടായിരുന്നില്ല അവൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് പോലീസുകാരുടെ സുരക്ഷാ വീഴ്ച തന്നെയാണ് എൻ്റെ ബ്രദർ എനിക്ക് നഷ്ടമായത്. ഇപ്പോൾ ചിപ്പി പറഞ്ഞതുപോലെ കുടുംബത്തിന്റെ ഏക അത്താണി ആയിരുന്നു. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം ഇപ്പോൾ? അല്ല, ഇപ്പം എന്താ പറയുക, എൻ്റെ ബാക്ക് ബോണാണ് എനിക്ക് നഷ്ടമായത്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇതുവരെ ഒരു ആക്സിഡന്റ് ആയിട്ട് കിടന്നിട്ടില്ല, ഒരു ചെറിയൊരു വീഴ്ച പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അവന് ഈ ഒരു പെട്ടെന്ന് ഇങ്ങനെ പോയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണ്ടേ? അപ്പോൾ എനിക്ക് വീട്ടിൽ കയറുമ്പോൾ, അവൻ്റെ റൂമിൽ കയറുമ്പോൾ പോലും അവനവിടെ ഉണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് പോയെന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. അപ്പോൾ അവൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും ഞാൻ ഈ മരണ വിവരം വിളിച്ചറിയിക്കുമ്പോൾ എല്ലാവരും പറയണം ഞാൻ തമാശ പറയുകയാണെന്ന് പറയണം. ആർക്കും വിശ്വസിക്കാൻ പലരും അറിഞ്ഞിട്ട് എല്ലാവരും ഡൗട്ടോടുകൂടിയാണ് ചോദിക്കുന്നത് അവൻ തന്നെയാണോ എന്നുള്ളത്. കാരണം അവൻ അത്രത്തോളം എന്താ പറയുക, കഴിക്കില്ല, ഡ്രിങ്ക്സ് കഴിക്കില്ല, ഒരു അലമ്പായിട്ട് നടക്കുന്ന ഒരാളല്ല. അപ്പം അങ്ങനെയുള്ള ഒരാൾ പോയപ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. ഈ വീഡിയോ ഏത് ഘട്ടത്തിലാണ് ചിപ്പി കാണുന്നത്? ഞാൻ ഇന്നലെ രാത്രിയിലാണ് ഇത് ഫ്യൂണറലൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇതിൽ. ഇന്നലെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ വീട്ടിൽ, അമ്മയച്ഛനൊക്കെ ഒറ്റക്കല്ലേ. അവർ വന്നിട്ട് എനിക്ക് ആ വീഡിയോ തന്നത്. മീൻസ് അവൻ ആ ആക്സിഡന്റ് ആവണ മൂവ്മെന്റിലുള്ള വീഡിയോ. അപ്പം അത് ഞങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടത് ആ ഒരു വടം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. ഞാനവിടെ എത്തിയതിന് ശേഷം അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലായിരുന്നു. കാരണം ഞാൻ എമർജൻസി ഭാഗത്തായിട്ടുണ്ടായിരുന്നു പുറത്ത്. കാരണം അമ്മയച്ഛൻ അറിയില്ലായിരുന്നു അവൻ മരിച്ചു എന്നുള്ളത്. അമ്മയ്ക്ക് അച്ഛൻ അറിയില്ലായിരുന്നു. രാവിലെയാണ് ഞാൻ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ പറയണത്. അവൻ 1 കാലമായപ്പോഴാണ് മരിച്ചത്. അതുവരേക്കും എനിക്കും എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെ മാത്രമേ അറിയുള്ളായിരുന്നു മരിച്ചു എന്നുള്ളത്. അപ്പം അവർ പെട്ടെന്ന് അറിയണ്ടെന്നുള്ളത് കൊണ്ട് രാവിലെ ആവട്ടെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുമ്പോൾ അറിയിക്കാം എന്നുള്ള രീതിയിൽ ഞാൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പോകുമ്പോഴാണെങ്കിലും അവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പം ബ്രദർ ആക്സിഡന്റ് ആവുന്ന സമയത്ത് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായിരുന്നോന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പം എന്തായാലും പോലീസുകാരുടെ ഒരു സുരക്ഷാ വീഴ്ച കൊണ്ട് തന്നെയാണ് ബ്രദർ പോയത്. ഇപ്പോൾ പോലീസിനെതിരായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വാഭാവികമായും കംപ്ലയിന്റ് അതോറിറ്റിയിലേക്ക് പരാതി പോയേക്കും. ഏത് രീതിയിലായിരിക്കും ഈ പരാതി കൊടുക്കുന്നതൊക്കെ തീരുമാനമായിട്ടുണ്ടോ ഇപ്പോൾ? ഇല്ല, അതിനെ പറ്റിയിട്ട് തീരുമാനമായിട്ടില്ല. അപ്പോൾ വൈകിട്ട് നമ്മുടെ പാർട്ടിയിലുള്ള കുറച്ച് പേര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ MLA ഹൈബീഡ് സാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് അതിനെ പറ്റിയിട്ട് തീരുമാനിക്കണം. എന്തായാലും അത് അന്വേഷിക്കണം.